അപ്പൊ ഈ ചൈതന്യം നഞ്ഞത്തേക്ക് വരാൻ ഈ തുണിയൊന്നും ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കിട്ടാനുള്ള തടസ്സമായിട്ട് എവിടെയും പറയുന്നില്ല. വസ്ത്രത്തിൽ തന്നെ പറയുമ്പോൾ ചൂരിദാർ, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചൂരിദാർ കൊടുത്ത് കയറാൻ പാടില്ല. ഈ മതങ്ങളുടെ ഒരു പ്രശ്നം എന്താ വെച്ചാലേ അവര് എപ്പോഴും നിന്നോർത്ത് നിൽക്കുള്ളൂ. അതാണ് എല്ലാ മതങ്ങളും. ഒരു മതം പുരോഗമന മതം എന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോഴും മുസ്ലിംസ് പറയണ്ടല്ലോ, അവര് ഇതിനെ എപ്പോഴും അംഗീകരിക്കുന്നില്ല. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നതിന് മുസ്ലിംസ് അംഗീകരിക്കുന്നില്ല. വെളിച്ചപ്പാടുമാര് നായന്മാരാ, ഒരു നമ്പൂരിയും വെളിച്ചപ്പാടാവില്ല. അപ്പൊ ഈ അത് ഞങ്ങള് അബ്രഹാമിന്റെ അനുയായികളാണ്, ഞങ്ങളുടെ മക്കളെ ബലി കൊടുക്കുക. ദൈവം പറഞ്ഞു എന്നാ പറയണേ, ദൈവം പറഞ്ഞു കൊല്ലാൻ, ദൈവം പറഞ്ഞു ഇതിന് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എന്ത് നീചായിട്ടുള്ള ദൈവം അത്. കാരണം ഒരു കുട്ടീനെ എന്നോടുള്ള സ്നേഹം അത് കാണിക്കാൻ വേണ്ടി ഒരു കുട്ടീനെ കൊല്ലാൻ പറയുകയാണെങ്കിൽ ആ ദൈവം എന്ത് ദൈവം? വസ്ത്രത്തിൽ തന്നെ പറയുമ്പോൾ ചൂരിദാർ. നമുക്കറിയാം, എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് ഗുരുവായൂർ അമ്പലത്തിൽ ചുരിദാറിട്ട് പോകാൻ പറ്റില്ലായിരുന്നു. ഇല്ല, ചൂരിദാർ വന്നത് പഞ്ചാബി ഡ്രസ്സാണ്. നമ്മൾ ധാരാളം ബോംബെ, ഗുജറാത്ത് ഇവിടെയൊക്കെയുള്ള മലയാളികളുടെ ബന്ധത്തിന് ശേഷമാണ് ഈ ചൂരിദാറൊക്കെ ഹിന്ദി സിനിമകളൊക്കെ കണ്ട് കേരളത്തിലെത്തുന്നത്. ഇന്നും തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചൂരിദാർ കൊടുത്ത് കയറാൻ പാടില്ല. പാൻറ് ഇട്ടിട്ട് കയറാൻ പാടില്ല. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പാൻറ് ഇട്ട് കയറാം. അവിടെ പാറമേക്കാവിലും ഉണ്ടായിരുന്നു അല്ലേ അങ്ങനെ. ഇപ്പൊ ഇവിടെയൊക്കെ തൃശ്ശൂരൊക്കെ പരിഷ്കരിച്ചു. ഒരു ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസ് ഏറ്റവും കൂടുതൽ വന്നത് ഇവിടെയാണ്. തൃശ്ശൂര്, കോട്ടയം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു ക്ലോസ് ഉണ്ടാക്കി അടുത്ത കാലത്ത് വരുമാനം കൂട്ടാൻ വേണ്ടിയിട്ട്. അത് ഇപ്പോഴും തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ കേട്ടോ ക്ഷേത്രം. ട്രാവൻകൂർ ദേവസ്വം ബോർഡിനൊന്നും അവിടെ ബന്ധമില്ല. അവര് പാൻറ്റിൻ്റെ മുകളിലോ ചൂരിദാറിൻ്റെ മുകളിലോ സാരി എടുത്തു വന്നാൽ കുഴപ്പമില്ല, അപ്പോൾ വേണ്ട. ഇതിലൊരു അവിടുന്ന് തന്നെ മുണ്ട് കിട്ടും. മുണ്ട് അലക്കി വെച്ചിട്ടുണ്ടാവും. 50 രൂപ വാടകയാണ് 2 കൊല്ലം മുമ്പേ. 50 ഇവിടെ കൂടിയുള്ളതായില്ല. ഈ ചൂരിദാർ ചുറ്റിയിട്ട് അവിടെ ഏറ്റവും കൂടുതൽ. പിന്നെ ചെരുപ്പ് എവിടെയും പാടില്ല. പിന്നെ എൻ്റെ നാടായ തിരുവില്വാമല പുനർജനി നൂഴിലുണ്ട്, പുനർജനി ഗുഹ. ഇപ്പോഴാണ് അത് പ്രാധാന്യത്തിലേക്ക് വന്നത്. അവിടെ സ്ത്രീകൾ നൂടരുതെന്ന് ദേവസ്വം ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടില്ല. സ്ത്രീകൾ നൂഴാറില്ല. ഒരു പുരുഷന്മാർ നൂഴുന്നത് കാണാൻ പുറത്ത് വന്ന് നിൽക്കും. അതൊരു റീബർത്ത് കൺസെപ്റ്റാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ആചാരം. അതേ സമയത്ത് ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ചു എന്ന് കരുതുന്ന ഇന്ത്യക്ക് ഏറ്റവും വടക്കുള്ള ബദരീനാഥിൽ പൂജാരി മലയാളി നമ്പൂരിയാണ് പൂജാരി. അപ്പോൾ ഒരിക്കൽ ഞാൻ ഇങ്ങനെ യാത്രയിൽ ഈ ടൂർ കണ്ടക്ട് ചെയ്തതിൻ്റെ കൂടെ ബദരീനാഥിൽ പോയി. അപ്പോൾ അവിടെ കണ്ട രസം, ഈ മെയിൻ പൂജാരിയും കുറച്ച് ആശ്രിത പൂജാരികളുമുണ്ട്. അവർക്ക് സഹായം ചെയ്യുന്ന കൂടെയൊക്കെ നിൽക്കുന്നവരുണ്ടാവും. ഇവരൊക്കെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ നമ്പൂരിമാരാണ്. ഈ മെയിൻ പൂജാരി കൊണ്ടുപോയവരാണ്. ഇവരെല്ലാം കമ്പിളി തൊപ്പി, ഒരു തണുപ്പ് കാലത്താണ് പോയത്, കമ്പിളി തൊപ്പിയും കമ്പിളി പോലെയുള്ള ഡ്രസ്സും ഇട്ടിട്ടാണ്, മുഖം മാത്രം തിരി കാണുന്നുണ്ട്. അവിടെ അതിൻ്റെ ഉള്ളിൽ കയറി പൂജിക്കുന്നത്. അവിടുത്തെ ക്ലൈമറ്റാണ് പ്രശ്നം. അല്ല, കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഷർട്ടിട്ട് കയറാം. ഷർട്ടിട്ട് കയറാം. പക്ഷേ വേറൊരു സ്ഥലം, നമ്മുടെ മൂകാംബികയിൽ മലയാളികൾ ഏറ്റവും കൂടുന്ന സ്ഥലത്ത് അമ്പലത്തിൽ ഷർട്ടിടാൻ പാടില്ല. ഞാൻ ഒരു ജനുവരി 10 യാദൃശ്ചികമായി മൂകാംബികയിലെത്തി. അന്ന് എനിക്കറിയില്ല അന്ന് യേശുദാസിൻ്റെ പിറന്നാൾ ദിവസമാണെന്ന്. എല്ലാ പിറന്നാളുകൾക്കും ഇപ്പോൾ അമേരിക്കയിൽ പോയതിന് ശേഷമാണ് അങ്ങോട്ട് വരാത്തത്. എല്ലാ പിറന്നാൾ ദിവസവും യേശുദാസ് അവിടെ എന്തോ നേരത്തെ മുറി ബുക്ക് ചെയ്യുക കാരണം കിട്ടി. യേശുദാസ് ഷർട്ടിടാണ്ടാണ് അമ്പലത്തിൽ കയറി. അതിനിടയിൽ മാഷെ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ യേശുദാസിനെ ഇല്ല കയറ്റുന്നില്ല. അത് അതിൻ്റെ ക്ഷേത്ര നിയമം ഇതാണത്. അത് മാറ്റി യേശുദാസിനും പരാതിയില്ല. ഗുരുവായൂർ അമ്പലനടയിൽ ഒരു അമ്പലത്തിനുള്ളിൽ നിന്ന് അദ്ദേഹം പാടിയിട്ടില്ല. അമ്പലനടയിലേ പാടിയിട്ടുള്ളൂ. അല്ല, ആചാരങ്ങള് മാറ്റണമെങ്കിൽ മാറ്റാം. ഗണേഷ് കുമാർ പറഞ്ഞതാ കൂടുതൽ ശരിയെന്ന് തോന്നുന്നു. വേണ്ടവർ വന്നാൽ മതി. പിന്നെ ക്രിസ്ത്യൻ പള്ളികളിൽ ഞാൻ അയ്യന്തോൾ പള്ളിയിൽ ഞാൻ ചില വിവാഹം ഇതൊക്കെ നടക്കുമ്പോൾ ക്ഷണിച്ചാൽ പോകാറുണ്ട്. അവിടെ കുർബാന സമയത്ത് കയറുന്നവർ ആണുങ്ങൾ ഷൂ ഇതൊക്കെ പുറത്ത് വയ്ക്കും. പക്ഷെ പല പള്ളികളിലും പറഞ്ഞു കേട്ടത് കുർബാന സമയത്ത് രാവിലെ ഉണ്ടല്ലോ, അതിന് പ്രേരണ പോകുമ്പോൾ ഷൂ ഇതൊക്കെ ഇട്ടിട്ടാണ് കയറുന്നത്. ഇത് പണ്ട് കാലത്ത് പൂണൂല് ധരിച്ചിരുന്നോ എന്നുള്ളത് അറിയാനായിരുന്നു അല്ലേ? ഇന്ന് അത് എനിക്ക് അല്ലെങ്കിൽ ഞാൻ വേറെ ഒരു സ്ഥലത്ത് വായിക്കുകയുണ്ടായി, ഭഗവാന്റെ ചൈതന്യം നേരിട്ട്
അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് ആ ചൈതന്യം വേണ്ട. അല്ല, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പക്ഷെ അതിലേക്ക് പറയാണ്ട് സ്ത്രീകൾക്ക് മാത്രമുള്ള ആരാധനകൾ നടക്കുന്ന 2-3 സ്ഥലങ്ങളിൽ. അതാണ് ഞാൻ നേരത്തെ കണ്ണനായ്ക്കൽ സാറിന്റെ അടുത്ത് പറഞ്ഞത്, കേവലം ഒരു വസ്ത്രത്തിന്റെ അകത്തുകൂടി ദൈവത്തിന്റെ ചൈതന്യം വരില്ലേ. ആറ്റുകാൽ പൊങ്കാലയിലും മറ്റേ സ്ഥലത്ത് നടക്കുന്ന പൊങ്കാലകളിലും പുരുഷന്മാർ പോകാറില്ലേ? ഒരു ചടങ്ങുകൾ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇത് ഒരു കാര്യം ഉണ്ടായത്, ഇപ്പം നേരത്തെ MTയുടെ കഥ PJ ആന്റണി എന്ന വെളിച്ചപ്പാട്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. PJ ആന്റണി എന്ന ഏതെങ്കിലും ഒരു നായർ വെളിച്ചപ്പാടുമാര് നായന്മാരാ, ഒരു നമ്പൂരിയും വെളിച്ചപ്പാടാവില്ല. നമ്പൂരിമാര് സ്ട്രെയിൻ എടുക്കുന്ന കാര്യങ്ങൾക്ക് പോവില്ല. അപ്പോൾ PJ ആന്റണി എന്ന വെളിച്ചപ്പാടാണ് ഭഗവതിയെ തുപ്പിയിരിക്കുന്നത്. ഇന്ന് കാലത്ത് നടക്കില്ല. MT തന്നെ അത് പറഞ്ഞു. ഇന്ന് കാലത്ത് അങ്ങനെ ഒരു സിനിമ എടുക്കാനേ സമുദായത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. വേളി സംബന്ധം മൂത്ത മകന് മാത്രമല്ലേ കല്യാണം കഴിക്കാൻ, മൂത്ത മകന് മാത്രമേ വേളിയുള്ളൂ അല്ലെ, പിന്നെയുള്ളത് സംബന്ധമായിരുന്നു. അപ്പൊ യോഗക്ഷേമ സംബന്ധം അത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഉണ്ടാക്കിയ പ്രശ്നമാണ്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഉണ്ടാക്കിയപ്പോൾ ന്യൂക്ലിയർ ഫാമിലിക്ക് പ്രാധാന്യം വന്നു. കൂട്ടുകുടുംബം തകർന്നു, മരുമക്കത്തായം തകർന്നു, ഇതൊക്കെ തകർന്നു. ഇപ്പം കണ്ണനായ്ക്കൽ സാറിനോട് പറയും, ഇപ്പോ നമുക്കറിയാം സഹോദരൻ അയ്യപ്പൻ അല്ലെ, അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ പന്തി ഭോജനം അല്ലെ, അതുപോലെ സഹോദരൻ പിന്നെ അയ്യങ്കാളിയുടെ റോട്ടിൽ കൂടി നടക്കാനുള്ള അവകാശം, ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾക്ക് ശേഷമാണ് നാം ഇന്ന് കാണുന്ന കേരളത്തിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഷർട്ട് ധരിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഷർട്ട് ധരിക്കുക, അത് ഷർട്ടല്ല, വാശിയുടെ ആവശ്യമുണ്ടോ? അല്ല, ഷർട്ടല്ല പ്രശ്നം എന്നുള്ളതാണ് ഈ സച്ചിദാനന്ദ സ്വാമിയുടെ സ്റ്റാൻഡിന്റെ വാസ്തവത്തിൽ അതിൻ്റെ കാമ്പ് എന്ന് പറയുന്നത്. ഷർട്ടല്ല പ്രശ്നം. നിങ്ങൾ എന്തുകൊണ്ട് അത് പറയുന്നു, ഇത് ധരിക്കരുത് എന്ന് പറയുന്നതിൻ്റെ അജണ്ട ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിന് നേരെ വിപരീതമാണ് എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ചാതുർവർണ്ണയത്തിനെതിരായിട്ടുള്ള ഏറ്റവും വലിയ ഉയർത്തെഴുന്നേൽപ്പ്. കാര്യം സാമൂഹിക ഘടനേനെ പുനഃസൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ അത് അങ്ങനെ തന്നെയല്ലേ സത്യാനന്ദ സ്വാമി തന്നെ തുറന്നു പറയേണ്ടത്. എന്തിനാണ് ഈ കാലഹരണപ്പെട്ട ചാതുർവർണ്ണയത്തിൻ്റെതായ ഒരു മറ്റേ മിച്ചം നിങ്ങൾ കൊണ്ടു നടക്കണേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത്ര ഉള്ളതാണ്. ഈ ഷർട്ടിനൊരു പ്രസക്തിയില്ല. ഈ പറഞ്ഞോണം അയ്യപ്പസ്വാമിയുടെ മുമ്പിൽ ഷർട്ട് ഇടാണ്ട് പോകാം, പല ക്ഷേത്രങ്ങളിലും ഷർട്ട് ഇടാണ്ട് പോകാം. അപ്പൊ ഈ ചൈതന്യം നഞ്ഞത്തേക്ക് വരാൻ ഈ തുണിയൊന്നും ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കിട്ടാനുള്ള തടസ്സമായിട്ട് എവിടെയും പറയുന്നില്ല. ഈ മതങ്ങളുടെ ഒരു പ്രശ്നം എന്താ വെച്ചാലേ, അവര് എപ്പോഴും നിന്നോടത്തം നിൽക്കുള്ളൂ. അതാണ് എല്ലാ മതങ്ങളും. ഒരു മതം പുരോഗമന മതം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞപ്പോൾ ഞാൻ ഉൾപ്പെട്ട മതത്തിൽ ഞാൻ ഇന്നൊരു കല്യാണത്തിൽ പങ്കെടുത്തു. അപ്പോൾ അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം നടക്കുമ്പോൾ പുരോഹിതൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദൈവം മനുഷ്യനെ പുരുഷനും സ്ത്രീയായിട്ട് സൃഷ്ടിച്ചു എന്നാണ്. ഈ കാലത്ത് അത് പറയണമെങ്കിൽ എത്രമാത്രം ഔട്ട്ഡേറ്റഡ് ആയിരിക്കണം ആ മതത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നതിന് സമൂഹത്തിന് അംഗീകരിക്കേണ്ടി വന്നില്ലേ? അവരതിനിപ്പോൾ അത് വെറുതെ അംഗീകരിക്കില്ല. അവരതിനായിട്ട് ഒരുപാട് ത്യാഗം സഹിച്ച് പടപെറുതി അങ്ങനെ ഒരു ലോകാഭിപ്രായം ഉണ്ടാക്കി. ഇപ്പൊ സർക്കാരിന്റെ രേഖകളിൽ പോലും ഒരു കോളം വന്നു. അപ്പൊ അത് നമ്മൾ പറഞ്ഞ് ഈ മതം പറയണ പോലെ ഇതിപ്പോഴും മുസ്ലിംസ് പറയണ്ടല്ലോ, അവരിതിനെ എപ്പോഴും അംഗീകരിക്കുന്നില്ല. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നതിന് മുസ്ലിംസ് അംഗീകരിക്കുന്നില്ല. അവരുടെ മുമ്പിൽ 2 ജാതിയുള്ളോ, അല്ല 2 ലിംഗമുള്ളോ, ഒന്ന് പുരുഷനും സ്ത്രീ. അപ്പൊ ഈ മതം എന്ന് പറയുന്നത് ആ നിന്നോടത്ത് നിൽക്കുള്ളൂ. കാരണം അവസാന വാക്ക് അവർ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയണ പ്രവാചകന്മാര്. അപ്പൊ ഇത് അധികാരത്തിന്റെ എല്ലാ കാലത്തും ഉള്ള ചില നല്ല ബുദ്ധി പ്രയോഗങ്ങളാണ്. ഇങ്ങനെയുള്ള ചില പ്രിവിലേജസിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാക്കി വയ്ക്കുകയാണ്. അല്ലാണ്ട് ഈ ഷർട്ട് എന്ന് പറയുന്നത് ഒരു അസംബന്ധ വിവാദം ഈ കാലഘട്ടത്തിൽ. കാരണം പല അമ്പലങ്ങളിലും കയറാന്ന് വെച്ചാല് പല അമ്പലങ്ങളിലും പല ആചാരങ്ങളാണ്, ആചാരമാണ് പ്രശ്നം. ആചാരമാണ് മാറ്റേണ്ടത്. ആചാരം ഇന്നലെ ചെയ്തൊരു അബദ്ധത്തെ ആചാരാവുന്ന ആളത്തെ ശാസ്ത്രാവെന്ന് പറഞ്ഞ് ശരി. നമുക്കറിയാം നരബലി പോലും ആചാരങ്ങൾ നേരത്തെ പറഞ്ഞ ഈ ഇതെന്തായിരുന്നു, ഈ സ്ത്രീകൾ മാറിമറിക്കാണ്ട് ഭഗവാനെ കാണാൻ ചെല്ലണം എന്ന് പറയുന്നത് ഭഗവാനല്ല നോട്ടം. അതാ പ്രശ്നം. അത് ആ ആചാരത്തിന്റെ പിതൃത്വം എന്താ? ഇവർക്ക് തന്നെ വേറെ മേലാനിങ്ങിൽ പണിയിരിക്കേണ്ട ഒരു കാര്യമില്ല. പാടത്തും പോകണ്ട, പറമ്പിലും പോകണ്ട, ഒന്നും പോകണ്ട. അപ്പം ഞാൻ പലപ്പോഴും നാളെ ഒരു മുസ്ലിം സമ്മേളനത്തിൽ ഞാൻ പോയി സംസാരിച്ചു. നമ്മൾ മാറ്റം വലിയ കാര്യത്തിൽ ഞാനും പറയുന്ന ആളായി. അബ്രഹാമിൻ്റെ ബലി എന്ന് പറയുന്നത്, ഇന്ന് അബ്രഹാം ബലിക്ക് പോയി എന്തായിരിക്കും കേസ്? പോക്സോ അനുസരിച്ച് കേസിൽ ജയിലിൽ എടുക്കില്ല. അപ്പം ഞങ്ങൾ അബ്രഹാമിൻ്റെ അനുയായികളാണ്. ഞങ്ങൾ മക്കളെ
ബലി കൊടുക്കുക. ദൈവം പറഞ്ഞു എന്നാ പറയണേ. ദൈവം പറഞ്ഞു കൊല്ലാൻ, ദൈവം പറഞ്ഞു ഇവന് വേണ്ടാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് നീചായിട്ടുള്ള ദൈവം അത്. കാരണം ഒരു കുട്ടീനെ എന്നോടുള്ള സ്നേഹം അത് കാണിക്കാൻ വേണ്ടി ഒരു കുട്ടീനെ കൊല്ലാൻ പറയുകയാണെങ്കിൽ ആ ദൈവം എന്ത് ദൈവം? ദൈവമല്ലാതെ ദൈവങ്ങൾക്കല്ലല്ലോ പ്രശ്നം, പ്രശ്നം മനുഷ്യർക്കാണ്. അപ്പം നമ്മളതൊരു ആചാരം, അന്നത്തെ ആചാരമാണ് ഈ എങ്ങനെ ദൈവസ്നേഹം കാണിക്കാൻ മക്കളെ കൊല്ലണം, കോഴീനെ കൊല്ലണം, കോഴീനെ കൊല്ലണ്ട. അത് പറയുമ്പോഴാണ് കാരേക്കാട് ഭഗവതി ക്ഷേത്രം, അവിടെ കോഴിവെട്ടായിരുന്നു അത്ര കുമ്പളങ്ങയില്ലേ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഡേവിസേ ഒരു കാര്യമുണ്ട്, കൽക്കട്ടയിലെ കാളിഘട്ട് ക്ഷേത്രമുണ്ട്. മമതാ ബാനർജി അതിൻ്റെ കുറച്ചപ്പുറത്താ വീട്. അവർ പഴയൊരു വീടാണ്. എപ്പോഴും ഞാനൊരു 7-8 വർഷം മുമ്പേ അങ്ങനെ അധികം ചിറ്റിയപ്പോൾ കണ്ടതാണ്. കാളിഘട്ട് ക്ഷേത്രത്തിൽ ഇപ്പോഴും ബലി നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. 6 കൊല്ലം മുമ്പ് വരെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ആടിനെ മൃഗബലി നടക്കുന്നു. മൃഗബലി പക്ഷെ കേരളത്തിൽ എവിടെയും മൃഗബലി നിരോധിച്ചതാണ് അഖിലേന്ത്യാ തലത്തിൽ തന്നെ. പക്ഷെ ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട്. ഈ RSS അടക്കം മൃഗബലിക്കെതിരാണ്. പക്ഷെ കാളിഘട്ട് പോലെയുള്ള പല ക്ഷേത്രങ്ങളിലും മൃഗബലി നടത്തുന്നുണ്ട്. ഇവിടെ രഹസ്യമായിട്ട് മന്ത്രവാദികളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ അവർ പറഞ്ഞൊരു ന്യായീകരണമുണ്ട്, നിങ്ങൾക്ക് കോഴിയെ ചിക്കൻ കഴിക്കാം, പക്ഷേ ദൈവത്തിന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്താ അർത്ഥം? അല്ല, അതുപോലെ തന്നെയാണ് ഇപ്പൊ ചെണ്ട ഉണ്ടാക്കുന്നത് മൃഗത്തിന്റെ തോല് വെച്ചാണ്. പിന്നെ ആ വാദ്യം എങ്ങനെയാണ് ദൈവം കേൾക്കുന്നത്? അല്ല അതന്നെയല്ല, അത് മനുഷ്യനും ദൈവം തമ്മിലുള്ള ഒരു വ്യത്യാസം അതല്ലേ. മനുഷ്യന് വേണ്ട എല്ലാ ചിക്കൻ വേണ്ടി വരും, ബീഫ് വേണ്ടി വരും, ഒക്കെ വേണ്ടി വരും. ഇതൊക്കെ അങ്ങേർക്ക് ആവശ്യമില്ല. അങ്ങേർക്ക് ഇതൊന്നും നമ്മുടെ അവിടേക്ക് ഈ ഇത് വയ്ക്കണ കാരണന്മാർക്ക് വീത് വയ്ക്കണ ഒരു പണിയുണ്ട്. അതിൽ ചാരായം വയ്ക്കും. ഈ കാരണത്തെ ജീവിതത്തിൽ കുറിച്ചുണ്ടാവില്ല, എന്നാലും വീത് വയ്ക്കുക. അത് കൽപ്പിച്ചു കൊടുക്കുക. ഇതാണ് ദൈവട്ട ഈ വീത് വയ്ക്കണോ, ചാരായം കുടിച്ചോ, കള്ളു കുടിച്ചോ എന്ന് പറയുന്ന രീതിയുള്ളതൊന്ന്. അപ്പം ആത്യന്തികമായിട്ട് ഇവർ വേണ്ടത് ഈ പറഞ്ഞ ഇതാണ്, മാറ്റം വേണം. സമൂഹം മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞ മാറ്റമാണ്. കാലം മാറണം. ആ മാറ്റത്തിന് മാഷ് പറഞ്ഞ പോലെ പല ഘടകങ്ങൾ വരെ. ഇപ്പൊ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അതിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് ഇന്ത്യ പോലെ ഒരു രാജ്യം അതിന്റെ ഭരണഘടനയിൽ ഒരു സമത്വം, ആ കൺസെപ്റ്റൊക്കെ നമ്മുടെ ഇവിടെ ഒറിജിനേറ്റ് ചെയ്തുകൊണ്ടല്ല, അത് കടം കൊണ്ട കൺസെപ്റ്റ്. എല്ലാവർക്കും വോട്ട് ചെറിയ കാര്യമില്ല. ജനാധിപത്യം എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല. എവിടെ ഈ ബ്രിട്ടനിൽ പോലും സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടി. അപ്പോൾ ഈ സമത്വം എന്ന് പറയുന്ന ഒരു സെക്യുലറിസം എന്ന് പറയുന്ന ഒരു മൂല്യം, ഈ മൂല്യങ്ങളൊക്കെ വിദേശി സ്വദേശി എന്നുള്ളതല്ല, അതൊക്കെ ഹ്യൂമൻ വാല്യൂസ് ആണ്. അത് നമ്മളിപ്പോൾ പറഞ്ഞു ഇത് മാറണം, അല്ലെങ്കിൽ ഇത് ആചാരങ്ങൾ പലതും മാറിയിട്ടുണ്ട്. പക്ഷെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമുണ്ട്, അവർക്ക് ഒരു പക്ഷേ ഇത് ഷർട്ട് ധരിക്കാതെ അകത്ത് കിടക്കാം എന്നുള്ളൊരു നിയമം വന്നാൽ മാത്രമേ അവരത് ചെയ്യുള്ളൂ. അതിനെക്കുറിച്ച് എന്താ തോന്നുന്നത്? അങ്ങനെ ഒരു നിയമം വരണ്ടേ അങ്ങനെയാണെങ്കിൽ? അല്ല, അത് നിയമത്തിൻ്റെ പ്രശ്നമില്ലല്ലോ. അത് ഓരോ ക്ഷേത്രങ്ങളിലും ആ മതത്തിന്റെ അവർ തീരുമാനിച്ച ധാര സർക്കാർ വിലക്കാൻ പോകും. അല്ല, അതിനെക്കുറിച്ച് നമ്മുടെ VN വാസവൻ മന്ത്രി പറഞ്ഞിരുന്നു അല്ലേ, ദേവസ്വം മന്ത്രി മാറ്റാൻ പോണില്ല, അഥവാ ഗണേഷ് കുമാർ പറഞ്ഞെടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇത് ക്ഷേത്രത്തെക്കുറിച്ചുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് ശരിക്കും അതൊരു ക്ഷേത്രം ഒരു കെട്ടിടമല്ല, ഒരു സ്ഥാപനമല്ല ക്ഷേത്രം. ക്ഷേത്രത്തിന് പറഞ്ഞാൽ ഏറ്റവും ഉള്ളിലുള്ളത് 4 അമ്പലം എന്നുണ്ട്, അതിന് പുറത്ത് ചുറ്റമ്പലം. ക്ഷേത്രത്തിൻ്റെ സ്ട്രക്ചറുണ്ട്, വാസ്തു. ഈ വാസ്തു പ്രകാരം ഗർഭഗൃഹമാണ് ഏറ്റവും ഉള്ളിലുള്ളത്. അതിന് ഗർഭഗൃഹം എന്നാണ് പറയുക. ഒരു ചൈതന്യം, കുട്ടി ജനിക്കണത് എന്തായാലും ഒരു ചൈതന്യമുണ്ട്. ഈ ചൈതന്യത്തിൻ്റെ ആവാസ കേന്ദ്രമാണ് ഗർഭഗൃഹം. ഈ ഗർഭഗൃഹത്തിലെ ചൈതന്യമൂർത്തിയാണ്. ശരിക്കും അതിന് വിഗ്രഹമൊന്നും ആവണമെന്നില്ല, വിഗ്രഹം ഇല്ലാത്തപ്പോൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ വിഗ്രഹം ഇല്ല. അവിടെ നെയ്മലയിലാണ് ഇത് ഡേവിസ് പോയി കണ്ടോണ്ടിരുന്നത്. പക്ഷെ നിങ്ങളിവിടെ ആൾക്കാരെ അറിയും, നെയ്മലയിലാണ് അത് വെച്ചിരിക്കുന്നത്. അതിനുള്ളിൽ ശിവന്റെ ലിംഗം ഉണ്ടെന്നാണ് പറയണത്. പിന്നെ ഇതൊക്കെ പ്രൊഡക്ഷനായിട്ടാണ്. നമ്മുടെ ക്ഷേത്രമല്ല, ഭാരതീയരുടെ ഈശ്വര സങ്കല്പം തന്നെ പ്രൊഡക്റ്റീവാണ്. എന്ന് പറഞ്ഞാൽ ശിവന്റെ ലിംഗത്തെയാണ് ആരാധിക്കുന്നത്, പാർവതിയുടെ യോനിയെയാണ് ആരാധിക്കുന്നത്. പാർവതിയുടെ യോനിയിൽ ശിവലിംഗം ഇരിക്കുന്നു. ആ ശിവലിംഗത്തിൻ്റെ ചിത്രം കണ്ടിട്ടില്ലേ ഇങ്ങനെ? അത് യോനിയിൽ ലിംഗം ഇരിക്കുന്ന രീതിയിലാണ്
എല്ലാ ശിവക്ഷേത്രങ്ങളും. അതുമാത്രമല്ല ആസാമിലെ ഒരു കാമാഖ്യ ക്ഷേത്രമുണ്ട്, വളരെ പ്രശസ്തമാണ്. കാമാഖ്യ ക്ഷേത്രത്തിൽ യോനി പ്രതിഷ്ഠയാണ് ഉള്ളത്. അപ്പോൾ ഇത് മൊത്തം ഒരു ഗർഭം, ജനനം, ആത്മാവ്, പുതുജന്മം കൊള്ളൽ, ഇങ്ങനൊരു കൺസെപ്റ്റ് ഇതിലുണ്ട്. അതിൻ്റെ വിശുദ്ധി എങ്ങനെ നിലനിർത്താം? വേർത്ത ഷർട്ടോട് കൂടി വന്ന് കയറുക, അങ്ങനെ നമ്മൾ ക്ഷേത്രം അതിൽക്ക് പുറത്തുള്ള അതേ രീതിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്ന് ഷോപ്പിംഗ് നടത്തുന്നതല്ല. ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ തിക്കിത്തിരക്കി ആൾക്കാരൊക്കെ കയറി, ഇപ്പോൾ ശബരിമലയിൽ ചെന്നാലോ ഗുരുവായൂർ ചെന്നാലോ ഒന്നും ചൈതന്യമില്ല. അത് വേറൊരു വശം. ഈശ്വര സങ്കല്പത്തെക്കുറിച്ച് ശരിയായ കാഴ്ചപ്പാടുള്ളവർ ശബരിമലയിലോ ഗുരുവായൂരോ പോവാറുമില്ല. പക്ഷേ അപ്പോൾ ഈ ഒരു ചൈതന്യം നിലനിർത്തണമെങ്കിൽ അതിന് നമ്മുടെ ശരീരശുദ്ധി വരുത്തണം. ശരീരശുദ്ധി, ഷർട്ടും സെൻറ്റും ഒക്കെ പുരട്ടി പോകുന്നത് ശരീരശുദ്ധിയാണോ? അത് മറ്റൊരു പ്രശ്നം. അപ്പോൾ ഞാൻ യാഥാസ്ഥിക പക്ഷത്ത് എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിൻ്റെ വിശുദ്ധി നിലനിർത്താൻ ഷർട്ട് ഇതൊക്കെ ഇട്ടിട്ട് പോകരുത് എന്നാണ് മാഷിന്റെ അഭിപ്രായം. അത് അങ്ങനെ എൻ്റെ ഒരു അഭിപ്രായം ആവട്ടെ. അത് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. അതിപ്പോൾ ഷർട്ട് ഇട്ടത് കൊണ്ട് എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊരു ക്ഷേത്രത്തിൽ ശുദ്ധി വേണം ഭക്തരുടെ ഭാഗത്ത്. ക്ഷേത്രത്തിൽ ഒരു ടൂറിസ്റ്റ് കൗതുകത്തിൽ പോകരുത്. ടൂറിസ്റ്റ് കൗതുകത്തിൽ അവിടുത്തെ ശില്പഭംഗിയൊക്കെ ആസ്വദിക്കാൻ പോണ പോലെ, ആർക്കിടെക്റ്റൊക്കെ നോക്കാൻ പോണ പോലെ, ചുമർ ചിത്രകല പഠിക്കണമെങ്കിൽ ക്ഷേത്രത്തിനുള്ളിൽ പോയിട്ട് പഠിക്കണം. അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ആരാധനയെ കാണരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അത്രയേ ഉള്ളൂ. അത്രയ്ക്ക് ഡേവിസായിട്ട് അഭിപ്രായ വ്യത്യാസം. 2025 തുടക്കത്തിലാണ് നമ്മളിങ്ങനെ ഒരുപാട് ചർച്ചകൾ ചെയ്യുന്നത്. ഇനിയും ചർച്ചകൾ ഉണ്ടാവട്ടെ, സംവാദങ്ങൾ ഉണ്ടാവട്ടെ. കാരണം ആചാരങ്ങൾ ചിലത് മാറേണ്ടതുണ്ട്. അത് പക്ഷേ മാനവികതയിൽ അടിസ്ഥാനപ്പെടുത്തിയതാവണം.